ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയാണ്. ഇതിൽ ഞാനൊരു എക്സ്ട്രാ ടിപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, അഭിപ്രായം പറയണേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു ചെറിയ ഉള്ളി എടുത്തിട്ട് ചെറുതായി അരിഞ്ഞ് എടുക്കുക. വളരെ ചെറിയ ഉള്ളി മതി. പിന്നെ ഒരു അരമുറി തക്കാളി ചെറുതായി അരിഞ്ഞിട്ടെടുക്കുക. ഞാനൊരു 2 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതായി അരിഞ്ഞു. പിന്നെ ഇഞ്ചി ചെറിയ കഷ്ണം നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഒരു വറ്റൽമുളകും വേണം. ഇനി നമുക്ക് ഫ്രൈ പാനിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുക് ഇടുക. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. നേരത്തെ അരിഞ്ഞു വെച്ച കുഞ്ഞായി അരിഞ്ഞു വെച്ച സവോള ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ആ എണ്ണയിലൊന്ന് യോജിപ്പിച്ച് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു വറ്റൽമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. അത് ഉള്ളിയിൽ അതെല്ലാം കൂടെ വഴന്ന് കിട്ടുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം വഴന്ന് കിട്ടും. അതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇടുമ്പോൾ മുട്ടക്കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. നമുക്കതൊന്ന് വഴന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ചൊരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിക്കകത്തിട്ട് ഉള്ളിയും അതെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇതിൽ ഞാനൊരു ടിപ്പ് പറയുന്നുണ്ട്, എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിലേക്ക് നമുക്കിനി ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഞാനൊരു 1 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത്രയും 3 ചേരുവകൾ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പച്ച മണം പോകുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും നല്ല ടേസ്റ്റുള്ളതാണ്. വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ കുറുകിയിരിക്കണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. എനിക്ക് അധികം വെള്ളം വേണ്ട, അതാണ് ഞാൻ ഇത്തിരി വെള്ളം ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് ചാറ് വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കുക. ഇതാണ് നമ്മുടെ ടിപ്പ്. ഇതിലേക്ക് നമ്മൾ 1 നുള്ള് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ തേങ്ങയും ഇതിനകത്ത് വെന്തിറങ്ങണം, അന്നേരം അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ തേങ്ങേൻ്റെ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അതിനുശേഷം അതൊന്ന് വെന്ത് തിളക്കട്ടെ. അതിലേക്ക് നമ്മൾ 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഈ അരപ്പിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതൊന്ന് വറ്റി കുറുകി വരും. ഈ തേങ്ങയെല്ലാം കൂടെ നല്ല സ്വാദാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ടിപ്പ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മുട്ടക്കറിയുടെ സ്വാദ് ഇരട്ടിയാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.